പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തൊരു വാർത്ത ബംഗളൂരു എഫ് സിയുടെ താരമായിട്ടുള്ള ജോർജ് പെരേര ഡയാസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ സീസണിൽ ബംഗളൂരു എഫ് സിക്ക് വേണ്ടിയായിരുന്നു ഡയാസ് കളിച്ചിട്ടുണ്ടായിരുന്നത്. ബംഗളൂരു എഫ് സിക്ക് വേണ്ടി 18 മത്സരങ്ങൾ കളിച്ച താരം 3 ഗോളുകളായിരുന്നു നേടിയിരുന്നത്. അതിനോടൊപ്പം തന്നെ 4 അസിസ്റ്റുകൾ നേടാനും താരത്തിന് സാധിച്ചിട്ടുണ്ട്. തരക്കേടില്ലാത്ത പ്രകടനം ബംഗളൂരു എഫ് സിക്ക് വേണ്ടി കാഴ്ചവെക്കാൻ ഡയാസിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ താരം ബംഗളൂരു എഫ് സി ക്ലബ്ബ് വിട്ടിരിക്കുകയാണ്. ഡയാസ് ക്ലബ്ബ് വിട്ടതിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം ബംഗളൂരു എഫ് സി തന്നെ ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. എന്നാലും ഡയാസിനെ ഇനി ഏത് ISL ടീം സ്വന്തമാക്കുമെന്നൊക്കെ കാത്തിരുന്ന് കാണാം. അടുത്തൊരു വാർത്ത ബംഗളൂരു എഫ് സിയുടെ തന്നെ താരമായിട്ടുള്ള രാഹുൽ ബേക്കയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ സീസണിൽ ബംഗളൂരു എഫ് സി ഫൈനൽ വരെ എത്തുന്നതിൽ പ്രധാന പങ്കുവച്ച താരങ്ങളിൽ ഒരാളാണ് രാഹുൽ ബേക്കെ. നിലവിൽ ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് രാഹുൽ ബേക്കെ ബംഗളൂരു എഫ് സി ക്ലബ്ബ് വിടാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല രാഹുൽ ബേക്കെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് 2 ISL ടീമുകളാണ് രംഗത്തുള്ളത്. രാഹുൽ ബേക്കെ ടീമിലേക്ക് എത്തിക്കാൻ ഈസ്റ്റ് ബംഗാൾ, മുംബൈ സിറ്റി FC എന്നീ ടീമുകൾക്കാണ് താല്പര്യമുള്ളത്. 2 ടീമുകളും രാഹുൽ ബേക്കെ ടീമിലേക്ക് എത്തിക്കാൻ ചർച്ചകൾ നടത്തുന്നു. കഴിഞ്ഞ സീസണിൽ ബംഗളൂരു എഫ് സിക്ക് വേണ്ടി 26 മത്സരങ്ങൾ കളിച്ച താരം 3 ഗോളുകൾ നേടിയിട്ടുണ്ടായിരുന്നു. രാഹുൽ ബേക്കെ പോലത്തെ ഒരു താരം വരികയാണെങ്കിൽ അത് ഡിഫൻസിൽ എന്തുകൊണ്ടും ഗുണം ചെയ്യുന്ന കാര്യം തന്നെയാണ്. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം കഴിഞ്ഞ സീസൺ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ മോശം സീസൺ തന്നെയായിരുന്നു. ആരാധകർ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സീസൺ തന്നെയായിരിക്കും ISL 11ാം സീസൺ. അത്രമാത്രം നിരാശ നൽകിയ സീസൺ ആയതുകൊണ്ട് തന്നെ അടുത്ത സീസണിലേക്ക് വരുമ്പോൾ ടീമിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നായിരുന്നു ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഡൊമസ്റ്റിക് സൈനിങ്ങിന്റെ കാര്യത്തിൽ ടീമിൽ ഒരുപാട് മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് ആശിഷ് നെഗി നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ടീമിലെ ചില വിദേശ താരങ്ങളെല്ലാം ക്ലബ്ബ് വിട്ടുപോയേക്കും. നിലവിലിപ്പോൾ 2 വിദേശ സൈനിങ് കേരള ബ്ലാസ്റ്റേഴ്സ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എന്ന് ഉറപ്പായിട്ടുണ്ട്. ഒരു സെൻട്രൽ ബാക്കിനെ ക്ലബ്ബ് സൈൻ ചെയ്തേക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. മിലോസിന്റെ പകരമായിട്ടായിരിക്കും ഒരു സെൻട്രൽ ബാക്കിനെ ക്ലബ്ബ് സൈൻ ചെയ്തേക്കുക. അതിനോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സെൻട്രൽ ഫോർവേഡിനെയും സൈൻ ചെയ്തേക്കും. ആ ഒരു സെൻട്രൽ ഫോർവേഡ് ഒരുപക്ഷെ സെർജിയോ കാസ്റ്റൽ ആയിരിക്കാം. ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈനിങ്ങിനായി നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.